പിന്നെ നിങ്ങൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യം, എടുക്കുന്ന ആൾ, കടമെടുക്കുന്ന ആൾ നിങ്ങളായതുകൊണ്ട് തന്നെ നിങ്ങൾ ബാങ്കിനകത്ത് ഇതുപോലെയുള്ള കാര്യങ്ങളൊക്കെ കുറിച്ച് സംസാരിക്കുമ്പോഴും അന്വേഷിക്കുമ്പോഴും നിങ്ങൾക്കുള്ള ഒരു റൈറ്റ് ഉണ്ട്. അതായത് റൈറ്റ് ടു നോ എന്ന് പറയുന്നൊരു സാധനം നിങ്ങൾക്ക് അറിയാനുള്ള അവകാശമുണ്ട്. അത് പറയാതിരിക്കാൻ പാടില്ല ഈ പറയുന്ന ബാങ്കുകാർ. സോ അത് നിങ്ങൾ മനസ്സിലാക്കുക. അതിനകത്ത് ഇതിൽ ടേംസ് എന്തൊക്കെയാണ് അവരുടെ, അതുപോലെ തന്നെ അവരുടെ ചാർജുകൾ എന്തൊക്കെയാണ്, അവരുടെ ഇൻട്രസ്റ്റ് റേറ്റുകൾ എന്തൊക്കെയാണ്, ഫീ എന്തൊക്കെയാണ്, റീപേയ്മെൻറ്റ് സ്കെഡ്യൂൾ എന്തൊക്കെയാണ്, ഇങ്ങനെയുള്ള പല കാര്യങ്ങളും നമ്മൾ ചോദിച്ചറിയേണ്ടതുണ്ട്. ഇതൊക്കെ അവർ ചോദിക്കാതെ തന്നെ പറയേണ്ടതുമുണ്ട്. സോ അവരുടെ അടുത്ത് ചോദിക്കുക, ഒളിയും അറിയില്ലാതെ നിങ്ങൾ സത്യം തുറന്ന് പറയാൻ തയ്യാറാണോ. അപ്പോൾ ലോൺ തരിക എന്ന് പറയുന്നത് ഈ പറയുന്ന ബാങ്കുകളുടെ ആവശ്യം കൂടിയാണ്. എങ്ങനെ തിരിച്ചടയ്ക്കാൻ പ്രാപ്തിയുള്ളവർക്ക് ലോൺ കൊടുക്കുക എന്ന് പറയുന്നത് ബാങ്കിൻ്റെ ആവശ്യം കൂടിയാണ്. അല്ലെങ്കിൽ അവർക്ക് നിലനിൽക്കാൻ പറ്റില്ലല്ലോ. പിന്നെ നിങ്ങൾ മനസ്സിലാക്കേണ്ട കാര്യം, ഫെയർ ട്രീറ്റ്മെൻറ്റാണ് RBI അനുവദിച്ചിട്ടുള്ളൂ. പ്രോപ്പറായിട്ട് കാര്യങ്ങളൊക്കെ പറഞ്ഞ് മനസ്സിലാക്കിയതിന് ശേഷം കസ്റ്റമർ തയ്യാറാവുകയാണെങ്കിൽ മാത്രം കൊടുത്താൽ മതി. അവരെ തലയിൽ ഇമ്പോസ് ചെയ്യേണ്ട ഒരു സാധനമല്ല ലോൺ എന്നുള്ളത് RBI കൃത്യമായിട്ട് പറയുന്നുണ്ട്. അടിച്ചേൽപ്പിക്കേണ്ട ഒരു മുതലല്ല എന്നുള്ളത് അവർ പറയുന്നുണ്ട്. അവരെ പറഞ്ഞ് ബ്രെയിൻ വാഷ് ചെയ്ത് തെറ്റിദ്ധരിപ്പിക്കേണ്ട കാര്യമില്ല എന്നുള്ളതാണ് പറയണത്. അങ്ങനെ ചെയ്യുന്നുണ്ടെങ്കിൽ ബാങ്കുകൾ ചെയ്യുന്നത് തെറ്റാണ് എന്നുള്ളതാണ് ഇപ്പോൾ പറഞ്ഞു വരുന്നത്. ചുരുക്കത്തിൽ RBIൻ്റെ കണ്ണിൽ അത് തെറ്റാണ്, അങ്ങനെ ചെയ്യാൻ പാടില്ല എന്നുള്ളത് പറയുന്നുണ്ട്. ആ ടാക്ടിക്സ് ഒന്നും ഉപയോഗിക്കാൻ പാടില്ല എന്നും ബാങ്കുകളെ നിഷ്കർഷിക്കുന്നുണ്ട് നമ്മുടെ RBI.